ഈ US സെക്രട്ടറി മാർക്കോ റൂബിയോ ഇവിടെ വന്നിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെറിയ പുലിവാലി പിടുത്തം അദ്ദേഹം ഇവിടെ വന്നിട്ട് പോയതിനു ശേഷം ഉണ്ടായതായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം എന്നല്ല, ഇപ്പോൾ US പ്രസിഡന്റ് ആയാലും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പുലിവാലി പിടിച്ചിരിക്കുന്ന സംഭവം എന്താ? ഈ മാർക്കോ റൂബിയോ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായിട്ട് ഒരു സംയുക്ത വാർത്താ സമ്മേളനം നടത്തി. അത് ഔദ്യോഗികമായ പരിപാടിയുടെ ഭാഗമാണ്. അതെ അതെ. അപ്പം അതിനിടയ്ക്ക് ഏതോ ബിരുദനായ ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു. ഈ അമേരിക്കയിൽ ധാരാളമായിട്ട് ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടല്ലോ, വലിയ വിദ്വേഷ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടല്ലോ, എന്താണ് അതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം വളരെ സരസമായി, വളരെ ഒരു തമാശ കലർന്ന രീതിയിലാണ് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, എല്ലാ രാജ്യത്തും കുറേ മണ്ടന്മാരുണ്ടാകുമല്ലോ, അങ്ങനെ ഞങ്ങളുടെ രാജ്യത്തും കുറച്ച് മണ്ടന്മാരുണ്ട്. അവർ നടത്തുന്ന വിഡ്ഢിത്തരമായ ചില ചോദ്യങ്ങളാണ്, ചില പരാമർശങ്ങളാണ് ഇത്. ആ രീതിയിലേ ഞാനതിനെ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞു. കൂടാതെ എന്തുകൊണ്ട് ഈ ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭം പരാമർശങ്ങൾ വരുന്നത് വെച്ചാൽ അവിടെ ധാരാളമായിട്ട് വിദേശീയർ വന്ന് കുടിയേറി പാർക്കുന്ന ഒരു സ്ഥലമാണ് അമേരിക്ക. അപ്പോൾ അവിടെ ഇങ്ങനെ വിദേശീയർ വരുന്നത് കൊണ്ട് തദ്ദേശീയരായിട്ടുള്ള പലരുടെയും അവസരങ്ങൾ നഷ്ടമാകുന്നു, അമേരിക്കയുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നു എന്നൊക്കെയാണ് അവിടെ ഉയർന്ന ആക്ഷേപം. ഈ വിദ്വേഷ പ്രചാരണത്തിന്റെ ഉള്ളടക്കം അതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നത്, ഞങ്ങളുടെ രാജ്യം അങ്ങനെയല്ല, പലരെയും സ്വാഗതം ചെയ്തിട്ടുള്ള നാടാണ് ഞങ്ങളുടേത്. അങ്ങനെ വന്നവർ പലരും പിന്നീട് അവിടെ അമേരിക്കൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അവർ ഞങ്ങളുടെ രാജ്യത്തിന് കനപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ കേൾക്കുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ട് അല്ലേ? കേട്ട മാത്രയിൽ ഈ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി നടത്തിയ പ്രസ്താവനയാണല്ലോ, അവരുടെ വൈറ്റ് ഹൗസിന്റെ ഔദ്യോഗിക രേഖകളിൽ മാത്രമല്ല അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡില് ഇദ്ദേഹം ഇതിനെ കുറിച്ച് പറഞ്ഞത് അങ്ങ് പോസ്റ്റ് ചെയ്തു. തൊട്ടു പിന്നാലെ ഇന്ത്യയിലുള്ള ചില ബിരുദന്മാർ വേറൊരു സാധനം കുത്തിപ്പൊക്കി. ഇദ്ദേഹം നടത്തിയത് വാസ്തവത്തിൽ ട്രംപിനിട്ടുള്ള അടിയാണ് എന്ന തരത്തിലാണ് ചിത്രീകരിക്കപ്പെട്ടത്. കാരണം ട്രംപ് മുമ്പ് ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം ചട്ടമ്പിത്തരം, ഈ തെമ്മാടിത്തരം പറയുന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ട്രംപിന് ഇത് പൂർണ്ണമായിട്ട് അത് ട്രംപ് പറഞ്ഞോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ട്രംപ് മറ്റൊരാൾ പറഞ്ഞതിനെ എൻഡോഴ്സ് ചെയ്തു. എൻഡോഴ്സ് കഴിഞ്ഞാൽ പിന്താങ്ങി. മനസ്സിലായി? അത് അമേരിക്കയിൽ ഒരു പോഡ്കാസ്റ്റർ ഉണ്ടായിരുന്നു, നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ. അയാളുടെ പേര് മൈക്കൽ സാവേജ് എന്നാണ്. അപ്പൊ ഇദ്ദേഹം അവിടെ ഈ കുടിയേറ്റത്തെ കുറിച്ച്, അവിടെ ഈ കുടിയേറ്റ വിരുദ്ധ സമീപനം ട്രംപ് എടുത്തിരുന്നു. ഈ H-1B വിസ, അതേപോലുള്ള വിസ നിയന്ത്രണ ചട്ടങ്ങളൊക്കെ വന്നല്ലോ. അപ്പൊ അതില് അമേരിക്കയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോ നമ്മൾ അമേരിക്കയിൽ ചെന്ന് താമസിക്കുന്നത് കരുത്, ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ചെന്ന് താമസിക്കുന്നത് കരുത്, നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മൾ അവിടെ പാസ്പോർട്ട് എടുത്ത് വിസ എടുത്ത് ഒക്കെ അവിടെ പോകുന്നവരാണ്. പക്ഷെ അവിടെ വെച്ച് ദമ്പതികളായിട്ടുള്ളവർക്ക് ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് അമേരിക്കൻ പൗരനാണ്. മാതാപിതാക്കൾ ഇന്ത്യക്കാരാണെങ്കിലും ആ കുഞ്ഞ് ഓട്ടോമാറ്റിക് ആയിട്ട് ആ അവിടെ ജനിച്ചത് കൊണ്ട് പൗരത്വം കിട്ടും. അപ്പൊ ട്രംപ് ആ പരിപാടി റദ്ദാക്കിയിരുന്നു. അങ്ങനെ ഉണ്ടാകുന്ന പൗരത്വം വേണ്ട. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള ചർച്ചയിലാണ് ഈ മൈക്കൽ സാവേജ് ഈ വിവാദ പ്രസ്താവന നടത്തിയത്. ഇന്ത്യയും ചൈനയും അടക്കമുള്ള നരകക്കുഴികളിൽ, അതായത് ഹെൽ ഹോൾസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്, നരകക്കുഴികളിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇത്തരത്തിൽ അമേരിക്കയിൽ പൗരത്വം നേടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് മാത്രമല്ല, ഇങ്ങനെ വരുന്നവര് ഒരു തരം ലാപ്ടോപ്പ് കയ്യിൽ വെക്കുന്ന ഗാങ്സ്റ്റേഴ്സ് ആണ്. അതായത് ലാപ്ടോപ്പ് കയ്യിൽ വെക്കുന്ന ഗാങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ തൊഴിലെടുക്കുന്നു, പക്ഷെ അവരവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്ന് ഇദ്ദേഹം പറഞ്ഞു. ട്രംപ് എന്ത് ചെയ്തു? ഈ പറയുന്ന ഈ പരാമർശം എന്തുകൊണ്ട് ഈ വിസ ചട്ടങ്ങൾ കടുപ്പിക്കുന്നു എന്നുള്ള വലിയ പ്രചാരണം ആ നാട്ടിൽ നടക്കുന്ന സമയമാണ്. അപ്പൊ പുള്ളിയുടെ വാദങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ട്രംപ് ഈ പറയുന്ന മൈക്കൽ സാവേജിന്റെ ഈ പ്രസ്താവന അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ കട്ട് കോപ്പി പേസ്റ്റ് അടിച്ചു. മനസ്സിലായി? അതങ്ങ് ഷെയർ ചെയ്തു. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ട്രംപ് ഷെയർ ചെയ്ത ട്രംപിനും അഭിപ്രായം തന്നെയാണെന്നാണ് അർത്ഥം. ഇപ്പൊ ഇന്ത്യയെയും ചൈനയെയും നരകക്കുഴി എന്ന് വിശേഷിപ്പിച്ച പ്രസ്താവന അദ്ദേഹം പിന്താങ്ങി. ഒന്ന്. പിന്നെ ഇന്ത്യയും അമേരിക്കയുമായിട്ടൊരു വ്യാപാര തർക്കങ്ങളൊക്കെ ഉണ്ടായല്ലോ. അപ്പൊ ഇന്ത്യയെ വിശേഷിപ്പിച്ചത് ചത്ത എക്കണോമി എന്നാണ്. ചത്തുപോയ ജീവനില്ലാതെ കിടക്കുന്ന സാമ്പത്തിക അവസ്ഥയുള്ള രാഷ്ട്രമാണ്. അതും ഇന്ത്യ വിരുദ്ധമാണ്. അപ്പോൾ ഇവിടെയുള്ള വിരുദ്ധന്മാര് ഈ നമ്മുടെ മാർക്കോ റൂബിയോ നടത്തിയ ഈ പ്രസ്താവന വാസ്തവത്തിൽ ട്രംപിനെ തിരുത്തുന്നതാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ആ പോസ്റ്റിന്റെ താഴെ
പഴയ സാധനങ്ങളൊക്കെ ചെകഞ്ഞ് തോണ്ടി ഇട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ വൈറ്റ് ഹൗസിന് അപകടം മണത്തത്. അവരെന്ത് ചെയ്തു? ഈ പറയുന്ന മാർക്കോ റൂബിയോ നടത്തിയ പ്രസ്താവന അങ്ങ് ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്തിട്ട് എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിശദീകരണവും ഇല്ല. ഇപ്പൊ ചുരുക്കി പറഞ്ഞ ട്രംപിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ഏതായാലും മാർക്കോ റൂബിയോ പുലിവാല് പിടിച്ച അക്ഷരം പ്രത്യേകം നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. മനസ്സിലായി. അപ്പൊ അത് ഇവിടെ വന്ന് ഇങ്ങനെ ഈ ഒരു ഇത്തരത്തിൽ ഈ പുകഴ്ത്തലുകൾ, പിന്നെ അവരുടെ പ്രസിഡന്റ് തന്നെ പുകഴ്ത്തുന്നു, അതുപോലെ അദ്ദേഹം ഒന്ന് പുകഴ്ത്തി നോക്കി. പുകഴ്ത്തിയപ്പോൾ ഒരു ആ പ്രീവിയസ് ഹിസ്റ്ററി എടുത്ത് ബുദ്ധിയുള്ളവർ തന്നെ എടുത്തൊക്കെ പോസ്റ്റ് ചെയ്തു. അല്ല, ഇതില് ട്രംപിനെ അത്ര ചില കാര്യങ്ങളിൽ അത്രയ്ക്ക് കുറ്റപ്പെടുത്താനും പറ്റില്ല. കാരണം ട്രംപ് നമ്മുടെ ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അവര് സൈനിക താവളമൊക്കെ പിൻവലിച്ചുകൊണ്ട് പോയല്ലോ. ആ കൂട്ടത്തില് അവിടെ ഈ അമേരിക്കൻ സൈന്യത്തിന് വേണ്ടി ജോലി ചെയ്ത അഫ്ഗാൻകാർ, ചില ട്രാൻസ്ലേറ്റർമാര്, അവരുടെ ഓഫീസ് സ്റ്റാഫായിട്ട് നിന്ന ആൾക്കാരെയൊക്കെ അവിടെ വീണ്ടും അവർ തുടർന്നു കഴിഞ്ഞാൽ ഈ താലിബാൻകാർ അവരെ കൊന്നുകളയും. അപ്പൊ അവരെയൊക്കെ രക്ഷിച്ചുകൊണ്ട് നേരെ അഫ്ഗാനിലേക്ക് പോയി. അഫ്ഗാനിലേക്ക് പോയിട്ട് അവർക്കൊരു കൂൾ ഓഫ് പീരീഡ് കൊടുത്തു, ഒരു 2-3 മാസം സമയം കൊടുത്തിട്ട് അതിനുശേഷം അവരവിടെ തൊഴിൽ കണ്ടെത്തുകയും അവിടെ പൗരത്വം എടുക്കുകയും ഉള്ള പരിപാടികളൊക്കെ ചെയ്യുക, അമേരിക്കക്കാരാക്കാം എന്നുള്ള നിബന്ധനയിൽ. ഇങ്ങനെ കുടിയേറിയ പലരും അവിടെ വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അമേരിക്കയിൽ നമുക്ക് ഈ വെടിവെപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ വെടിവെപ്പ് സംഭവങ്ങളിൽ ഒരു വലിയൊരു വിഭാഗം ആൾക്കാരും കുടിയേറ്റക്കാരാണ്. അതിൽ ചെല്ലുന്ന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരിൽ വലിയൊരു വിഭാഗം കുടിയേറ്റക്കാരാണ്. പിന്നെ ട്രംപിന് അവിടെ പ്രഖ്യാപിതമായി മദ്യം, മയക്കുമരുന്ന് അതിനെതിരെ വലിയ ക്യാമ്പയിൻ അല്ലെങ്കിൽ നടപടി എടുക്കുക എന്നുള്ള പക്ഷക്കാരനാണ്. അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ തൊട്ടപ്പുറത്ത അയൽ രാജ്യമായ മെക്സിക്കോയിൽ നിന്ന് കുടിയേറിയവരാണ്. ഇങ്ങനെ ഡാറ്റാസ് വെച്ച് നോക്കുമ്പോൾ അമേരിക്കയില് ഇത്തരത്തിൽ വന്ന് കയറിയ ഫോറിൻ സിറ്റിസൺസ് ചില ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിൽ ഇന്ത്യക്കാരെന്ത് പിഴച്ചു എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും അവിടെ പിന്നെ വലിയൊരു പ്രശ്നമുള്ളത് അവിടെ ഈ ക്രിസ്ത്യാനിറ്റി, അമേരിക്കൻസ് എന്ന് പറയുന്ന ക്രിസ്ത്യാനിറ്റി അതാണല്ലോ. അപ്പൊ അവര് നമ്മുടെ അവിടുത്തെ ഇപ്പോ ചില രാജ്യങ്ങളിൽ ഈ മുസ്ലിം ന്യൂനപക്ഷ വേട്ട എന്നൊക്കെ പറയുമല്ലോ, മുസ്ലിങ്ങളോട് വിവേചനം. അമേരിക്കയിൽ ഹിന്ദുക്കളോട് അതേ സമീപനം. മുസ്ലിങ്ങളെയും ഹിന്ദുക്കൾക്കും എതിരെ അവിടെ റോഡിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്, വലിയ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന് ഒരു പരിധി വരെ ട്രംപിന്റെ ഇത്തരം ചില വില കുറഞ്ഞ നിലപാടുകൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ട്രംപ് എന്തുകൊണ്ട് ഈ കുടിയേറ്റക്കാർക്കെതിരെ ഇത്ര കർശനമായ നിലപാടെടുക്കുന്നു എന്നുള്ളതിന്റെ കാരണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ക്രൈം റെക്കോർഡ്സിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസം ഒരു കുറച്ചു നാള് മുമ്പ് ഈ വൈറ്റ് ഹൗസിന്റെ പരിസരത്ത് ഒരു വെടിവെപ്പ് നടന്നു. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ആ വെടിവെപ്പ് നടത്തിയ ഒരു അഫ്ഗാൻകാരനായിരുന്നു. അഫ്ഗാനിന് ഇതേപോലെ അമേരിക്കയിൽ വന്ന് അപ്പൊ ഇതിന്റെയൊക്കെ പേരിലാണ് പിന്നെ ട്രംപിന് പ്രഖ്യാപിതമായ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ നയമുണ്ട്. അമേരിക്കയുടെ സമ്പത്ത് അമേരിക്കക്കാർക്ക്, പരമാവധി അവിടെ ഉള്ളവർക്ക് തൊഴിൽ കിട്ടണം, വന്ന് കുടിയേറിയവർക്ക് അത് വേണ്ട. അപ്പൊ അതിന്റെയൊക്കെ പേരിലാണ്. പിന്നെ വേറെ ഒരു പ്രശ്നമുണ്ട്, അതാണ് ഏറ്റവും പ്രധാനം. അവിടെ ഈ നമുക്കറിയാമല്ലോ, ഇസ്രായേലും അമേരിക്കയായിട്ട് വലിയ അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. അവിടെ ഈ പലസ്തീൻ സംഘർഷം രൂക്ഷമായിരുന്ന സമയത്ത് ഈ ഇസ്രായേലി ജൂത വംശജർക്കെതിരെ, അത് അവരും കുടിയേറ്റക്കാരാണല്ലോ, അവർക്കെതിരെ വലിയ പ്രതിഷേധങ്ങളും വലിയ ആസൂത്രിത അക്രമങ്ങളും ഒക്കെ നടന്നു. 2 ദമ്പതികളെ വെടിവെച്ചു, എംബസിയുടെ പരിസരത്ത് വെടിവെച്ചു കൊന്ന സംഭവമൊക്കെ ഉണ്ടായി. അപ്പൊ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ കുറച്ചുകൂടി ഈ കുടിയേറ്റക്കാരെ മോണിറ്റർ ചെയ്യാൻ ട്രംപ് തീരുമാനിച്ചത്. കൂടാതെ ഈ ചൈനയിൽ നിന്ന് കുടിയേറിയ കുറേയധികം വിദ്യാർത്ഥികളുണ്ട് പഠനാവശ്യത്തിന് വന്ന്. ചൈന അറിയാലോ, കമ്മ്യൂണിസ്റ്റ് ചൈനയാണ്. ട്രംപ് മറ്റേ സാമ്രാജ്യത്വ ട്രംപാണ്. ചില സർവകലാശാലകളിൽ ട്രംപ് വിരുദ്ധ പ്രക്ഷോഭം നടത്തിയവന്റെ ആസൂത്രകരിൽ മുഖ്യ കക്ഷികൾ ഈ കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ നിന്ന് വന്ന സഖാക്കളായിട്ടുള്ള വിദ്യാർത്ഥികളാണ്. അപ്പൊ ഇതിന്റെയൊക്കെ പേരില് കുട്ടികൾക്കുള്ള വിസ പോലും അവിടെ വലിയ നിയന്ത്രണം വന്നു. പക്ഷെ വാസ്തവത്തില് ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യക്കാരങ്ങനെ അമേരിക്കയിൽ ഏതെങ്കിലും തരത്തിൽ ഇതേപോലെയുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായിട്ട് പൊതു ഇടത്തിൽ നമുക്ക് അറിയില്ല. സംഭവങ്ങൾ വലുത് ഉണ്ടായിരിക്കാം, എല്ലായിടവും പുരുഷത്വം ഉണ്ടാവുമല്ലോ, പക്ഷെ ഇത്ര വലിയൊരു കുഴപ്പക്കാരാണെന്ന തരത്തിൽ വന്നിട്ടില്ല. പക്ഷെ മൊത്തത്തിൽ അടച്ചു പറയുമ്പോൾ അത് നമ്മളെയും ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനേതായാലും ഈ മാർക്കോ റൂബിയോ ഇവിടെ വന്ന് നടത്തിയ പ്രസ്താവന ഈ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസാണെങ്കിൽ അത് ഇടപെട്ട് ആ പ്രസ്താവന അടക്കം ഇപ്പൊ പിൻവലിച്ചിട്ടുമുണ്ട്.